അവഗണനയുടെ ഒരു പതിറ്റാണ്ടിന് ശേഷം എറണാകുളത്ത് ഒളിമ്പ്യൻ PR ശ്രീജേഷിന്റെ പേരിലുള്ള സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണം പൂർത്തിയാക്കാൻ ആവശ്യമായ മുഴുവൻ ഫണ്ടും അനുവദിക്കുമെന്നാണ് പ്രഖ്യാപനം. കാടുകയറി കിടക്കുന്ന സ്റ്റേഡിയം തന്റെ പേരിന് തന്നെ അപമാനമെന്നായിരുന്നു നേരത്തെ PR ശ്രീജേഷ് പറഞ്ഞിരുന്നത്. ഒരു പതിറ്റാണ്ടോളമായി അനിശ്ചിതത്വത്തിലും അവഗണനയിലും കുടുങ്ങിക്കിടന്ന സ്റ്റേഡിയമാണ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കാനുള്ള മുഴുവൻ ഫണ്ടും അനുവദിക്കുമെന്ന് VP സജീന്ദ്രൻ MLA പ്രഖ്യാപിച്ചതോടെ വർഷങ്ങളായി പാതി വഴിയിൽ മുടങ്ങിപ്പോയ പദ്ധതിക്ക് ജീവൻ വെച്ചു. സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥ വിലയിരുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് MLA അറിയിച്ചു. പഞ്ചായത്ത് അധികൃതർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മറ്റു ജനപ്രതിനിധികൾ എന്നിവരുമായി നടത്തിയ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ മെമ്പർമാർ എല്ലാവരുമായി ചർച്ച നടത്തിയപ്പോൾ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ സഹകരണം ഈ വർക്ക് തീർക്കുന്ന കാര്യത്തിൽ നൽകിയിരിക്കുകയാണ്. അതുകൂടാതെ ഫണ്ടിൻ്റെ കാര്യത്തിൽ നേരത്തെ അനുവദിച്ച ഫണ്ടാണ്. അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എത്ര ലക്ഷം ഫണ്ട് വേണമെങ്കിലും ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ MLA എന്നുള്ള നിലയിൽ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2014 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്ത ചരിത്ര നേട്ടത്തിന് പിന്നാലെയാണ് ശ്രീജേഷിന്റെ ജന്മനാട്ടിൽ സ്റ്റേഡിയം പ്രഖ്യാപിക്കുന്നത്. കുന്നത്തുനാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശ്രീജേഷിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ അന്നത്തെ കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിലുണ്ടായ പ്രതിസന്ധികൾ തുടക്കത്തിൽ തന്നെ പദ്ധതിയെ ബാധിച്ചു. പിന്നീട് പള്ളിക്കര സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന മൈതാനം പദ്ധതിക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു. 98.50 ലക്ഷം രൂപ ചെലവിൽ ഒരു ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം സാങ്കേതിക കാരണങ്ങളാൽ പണി പാതി വഴിയിൽ നിലച്ചു. സ്റ്റേഡിയം നിർമ്മാണത്തിനായി മൈതാനം ഏറ്റെടുത്തതോടെ പ്രദേശത്തെ കായിക താരങ്ങൾക്ക് പരിശീലനത്തിന് ഇടമില്ലാതായി. ദേശീയ തലത്തിലും പോലീസ് സേനയിലുമടക്കം നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പള്ളിക്കരയിലെ പ്രധാന മൈതാനമാണ് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഇന്ത്യൻ ഹോക്കിയുടെ ഇതിഹാസ താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ ശ്രീജേഷിന്റെ പേരിലുള്ള സ്റ്റേഡിയം സ്വന്തം നാട്ടിൽ തന്നെ നാഥനില്ലാതെ കിടക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.